കൃത്യമായ ഫോക്കസ് ഉണ്ടെങ്കിൽ ഏത് വലിയ കടമ്പയും നമുക്ക് കടക്കാം. ഇവിടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് സ്കൂളിൽ ഫോക്കസ് 2025 SSLC വിദ്യാർത്ഥികൾക്കുള്ള ചതുർദിന ക്യാമ്പ് നടക്കുകയാണ്. നമുക്കവിടെ വിഷ്വലിൽ കാണാം ചതുർദിന റെസിഡൻഷ്യൽ ക്യാമ്പ്. SSLC കുട്ടികൾക്കുള്ള ക്യാമ്പ് നടക്കുന്നു. ആത്മവിശ്വാസത്തോടെ SSLC പരീക്ഷയെ എങ്ങനെ നേരിടാമെന്നുള്ളത് രാവും പകലും ഇവിടെ ഒരുപാട് കുട്ടികൾ, അധ്യാപകർ, ഒപ്പം എല്ലാ പിന്തുണയുമായി രക്ഷിതാക്കൾ, ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാ മികച്ച സേവനവും, അങ്ങനെ വീണ്ടും മലയൻകീഴ് സ്കൂൾ മാതൃകയാവുകയാണ്. എത്ര വലിയ ആത്മവിശ്വാസമാണ് ഈ പരിപാടി ഇവിടെ കുട്ടികൾക്ക് നൽകുന്നത്? എന്താണ് ടീച്ചർമാർക്ക് പറയാനുള്ളത്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നല്ല ഹാപ്പിയാണ്, കുഴപ്പമില്ല, നല്ല ക്യാമ്പാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം വന്നപ്പോൾ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയും നല്ല രസം, നല്ല എൻജോയ്മെൻ്റ് ആണ്, നല്ല വൈബാണ്. ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ അടിപൊളി ക്ലാസ്സുകളാണ്. അതായത് എനിക്ക് ചില പോർഷൻസ് ഡൗട്ട് ഉണ്ട്, അതെല്ലാം ഇന്നലത്തെ ചില ക്ലാസ്സിലെല്ലാം ക്ലിയറായി. നല്ല ക്യാമ്പാണ്. അതുപോലത്തെ ഫുഡ് എല്ലാം കഴിഞ്ഞ ദിവസം നമുക്ക് ക്ലാസ് ഉണ്ട്. അതുപോലെ ഇന്നലെ PT ഇല്ലായിരുന്നു, ഇന്ന് വൈകുന്നേരം ഉണ്ട് എക്സസൈസ്. അപ്പോൾ വേറെ ഒന്നും നമുക്ക് ടെസ്റ്റ് പേപ്പർ, സീരിയസ് ടെസ്റ്റും ക്ലാസ്സും തന്നെയാണ്. മനസ്സിലാവാത്ത പാഠങ്ങളൊക്കെ സാറുമാർ ഒന്ന് പറഞ്ഞ് നന്നായിട്ട് പറഞ്ഞു തരും. പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സും അങ്ങനെയൊക്കെ നന്നായിരുന്നു. 2 ദിവസം മാത്രമേ ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നുള്ളൂ. അപ്പോഴേ ബാക്കിയുള്ള സ്കൂളിലും ഇങ്ങനെയൊക്കെ നടത്തിയ കുട്ടികൾക്ക് മാറ്റങ്ങൾ അങ്ങനെയൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്ന് ആത്മവിശ്വാസം അത്ര കൂടെ കൂടി. മോട്ടിവേഷനൊക്കെ നടത്തിയപ്പോ ഒരുപാട് മാറ്റം. മോന്റെ പേരെന്തുവാണ്? നവനീത്. എന്ത് തോന്നുന്നു നവനീത്, ഇവിടെ വന്നപ്പോൾ ആത്മവിശ്വാസം കൂടിയോ? നല്ല പരീക്ഷ ചെയ്ത് നല്ല കോൺഫിഡൻറ്റ് തോന്നുന്നു. മനസ്സിലാവാത്ത പാഠങ്ങളൊക്കെ വീണ്ടും റിവൈസ് ചെയ്താൽ പറ്റും. ഏത് വിഷയമായിരുന്നു കുറച്ച് കട്ടിയായിട്ട് തോന്നി, ഇപ്പൊ എളുപ്പമായിട്ട് തോന്നുന്നു? എങ്ങനെയാണ്? മലയാളം കുറച്ച് കട്ടിയായിരുന്നു, അതിപ്പം ആ സാർ ഒന്ന് പഠിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് എഴുതാനൊക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. മോനെന്ത് തോന്നുന്നു? നല്ല ക്ലാസ്, മോനോ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് എന്താണ് ഏറ്റവും മെച്ചമായിട്ട് തോന്നിയത്? നല്ല രീതിക്ക് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കിട്ടി. പരീക്ഷ സ്ട്രെസ്സൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നല്ല ക്ലാസ് ക്യാമ്പ്. എല്ലാവരും നല്ല വൃത്തി പഠിക്കാനും നല്ല എളുപ്പമുള്ള രീതിയിൽ പഠിക്കാൻ, എല്ലാവരും കൂടിയിരുന്ന് പഠിക്കാനും. പരീക്ഷയെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ നേരിടാം, അതിലേറ്റവും പ്രധാനം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ മോട്ടിവേഷൻ ക്ലാസ് തന്നെയാണ്. സംശയമുള്ള പാഠഭാഗങ്ങൾ കൃത്യമായി അധ്യാപകർ അത് പറഞ്ഞു കൊടുക്കുന്നു. പരസ്പരം അവർ ചർച്ച ചെയ്തും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചും SSLC എന്ന പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, അതിനുള്ളൊരു മികച്ച മാതൃകയാണ് ഇവിടെ ഗവൺമെൻറ് സ്കൂൾ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. പേടിയില്ലാതെ ആത്മവിശ്വാസത്തോടെ കൃത്യമായ ഫോക്കസോടെ എങ്ങനെ ഈ SSLC പരീക്ഷയെ നേരിടാമെന്നതിനൊരു മികച്ച മാതൃകയായി മാറുകയാണ് മലയൻകീഴ് സ്കൂള്. ഇവിടെ നടക്കുന്ന ഈ 4 ദിവസത്തെ ക്യാമ്പ് അത് ഓരോ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഇവിടെ കുഞ്ഞുങ്ങൾ പ്രതികരിച്ചു, PT-യുടെ ഭാരവാഹികൾ പറഞ്ഞു, രക്ഷകർത്താക്കളും അവരുടെ വശം പറഞ്ഞു. ഇനി സ്കൂളിലെ പ്രധാന അധ്യാപിക, എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന ശ്രീമതി രമ ടീച്ചറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. ടീച്ചർ, ഈ ഒരു ആത്മവിശ്വാസം, പ്രത്യേകിച്ചും ടീച്ചർ എല്ലാ കുട്ടികളോടും വളരെ ഏറ്റവും പേഴ്സണലായിട്ട് തന്നെ പരിചയമുള്ള ഒരാളാണ്. ഈ കുട്ടികൾ ഒന്നിച്ചിവിടെ ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു മാതൃക ഒരുക്കുമ്പോൾ ഇത് മറ്റ് സ്കൂളുകൾക്കും ഇൻസ്പിറേഷനാണ്. ടീച്ചറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും മറ്റ് സ്കൂളിലെ കുട്ടികൾ അല്ലെങ്കിൽ മറ്റ് സ്കൂളുകാർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം കുട്ടികൾ ക്ലാസ്സിൽ നിന്നും കിട്ടുന്നതിനുപരി മറ്റ് സ്കൂളിലെ അധ്യാപകർ അതുപോലെ തന്നെ കുറച്ചുകൂടെ ക്ലാസ്സുകൾ എടുത്ത് ഒരുപാട് കുട്ടികളെ കൈകാര്യം ചെയ്ത് അധ്യാപകരെടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ഗൗരവം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു എന്നും കാണുന്ന ഒരു ക്ഷിപ്പൻ ക്ലാസ്സിൽ നിന്നും വ്യത്യാസമായ ഒരു സമീപനം മറ്റ് ആളുകൾക്കുണ്ടാകും. അത് കുട്ടികൾക്ക് കുറച്ചും കൂടെ പരീക്ഷ എഴുതുന്നതിനും അതുപോലെ വിഷയത്തിനെ ഫേസ് ചെയ്യുന്നതിനും കുറച്ചുകൂടെ ആത്മവിശ്വാസം ഉണ്ടാവും. പിന്നെ അവർക്ക് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് അവർക്കൊരു കൂട്ടായ്മ, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ. ഈ 4 ദിവസം ഇവിടെ നിൽക്കുമ്പോൾ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും. മിക്കവാറും എല്ലാ പാരൻസ് സഹായിച്ചിട്ടായിരിക്കും വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇവിടെ വരുമ്പം അവർ സെൽഫായിട്ട് ടോയ്ലറ്റിൽ പോവുക, പിന്നെ സ്വന്തം കാര്യം ചെയ്യുക, അത്യാവശ്യം ഡ്രസ്സ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലായാലും
അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് ഉറങ്ങുന്ന ഒരു അനുഭവം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രക്ഷകർത്താക്കൾക്ക് വളരെ പേടിയായിട്ട് എനിക്ക് ഇന്നലെ മനസ്സിലായി. പക്ഷെ കുട്ടികൾ നന്ന ആത്മവിശ്വാസത്തോടെ ചെയ്യും. അപ്പോൾ അവർക്ക് ഒരു എന്താണ് ഫ്രണ്ട്സിനോട് കൂടി എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിലെല്ലാം ഒരു പരീക്ഷ എങ്ങനെ ആത്മവിശ്വാസത്തോടെ എഴുതാൻ എല്ലാ അധ്യാപകർക്കും ഒരു പ്രചോദനം കിട്ടും. അവരുടെയൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന അനുഭവമാണ് അവർ കുട്ടികളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മളെന്നും പറയുന്ന കാര്യങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ പുറത്തുനിന്ന് വരുന്ന വളരെ പ്രഗത്ഭരായ അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന കുട്ടികൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് എടുക്കും. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ 85 കുട്ടികൾ പരീക്ഷ എഴുതുന്നതിലും 85 കുട്ടികളും വളരെ നല്ല മാർക്കോട് നല്ല ഗ്രേഡോട് കൂടി പാസ്സാവുമെന്നാണ് ഞങ്ങളുടെയും PTയുടെയൊക്കെ പ്രതീക്ഷ. അതിന് എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് കരുതുന്നു. സാർ, മികച്ച പഠന അനുഭവം, ആത്മവിശ്വാസം നൽകുന്ന ക്ലാസ്സുകൾ, സൈക്കോളജിസ്റ്റിന്റെ സേവനം, മോട്ടിവേഷൻ ക്ലാസ്സിനെ കുറിച്ചാണ് കുട്ടികൾ കൂടുതൽ പറഞ്ഞത്. എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? ഇവിടെ കുട്ടികളുടെ പഠനം, അതായത് 100% വിജയം നേടുക എന്നുള്ളതും കുട്ടികൾ പൂർണ്ണമായി വിജയം നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരു ചതുർദിന റെസിഡൻഷ്യൽ ക്ലാസ് സംഘടിപ്പിച്ചത്. ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളെയും നമ്മൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അവർക്ക് എന്താണോ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും അവർക്ക് ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നത് തിരിച്ചു കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ, മറ്റ് കൗൺസിലിംഗ് ക്ലാസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് എൻ്റർടൈൻമെൻറ്റിലൂടെ പഠനം എങ്ങനെ രസകരമായി കാര്യങ്ങൾ മനസ്സിലാക്കാം, ഇത്തരം കാര്യങ്ങളാണ് ഈ ക്യാമ്പിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെയാണ് ഫോക്കസ് നിർത്തുന്നത്. ഫോക്കസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത് ഫോളോ ചെയ്ത് അതിൽ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കണക്റ്റിംഗ് ദ സക്സീഡ് എന്നാണ്. അപ്പോൾ അതാണ് എൻ്റെ ഫോക്കസ്. ആ ഫോക്കസ് നേടിയെടുക്കുകയാണ് കുട്ടികളിൽ നേടിയെടുക്കുക എന്നാണ് ഈ നമ്മളുടെ ഉദ്ദേശം. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഒരുപാട് മാതൃകകളുണ്ട്. കഴിഞ്ഞ ദിവസം എഡ്യൂക്കേഷൻ കോൺക്ലേവ് ഉണ്ടായിരുന്നു. ഇതിന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് പഠിക്കണം എന്നുള്ളതിൻ്റെ ഓപ്ഷൻ സ്കൂൾ കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഫോക്കസിലൂടെ കൃത്യമായി SSLCക്കാർക്ക് ഫോക്കസ് കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു നാടിനെ മാതൃകയായി മാറുകയാണ് സ്കൂൾ. രക്ഷകർത്താക്കൾക്ക് ഇത് നൽകുന്ന ആത്മവിശ്വാസം എത്ര വലുതാണ്? അത് തീർച്ചയായിട്ടും വലുത് തന്നെയാണ്. കാരണം അവർക്കൊന്നും അറിയില്ല. കാരണം അവർ വളരെയേറെ ടെൻഷനിലാണ്. കാരണം കുട്ടികൾ എത്രത്തോളം ജയിക്കുമോ, എത്രത്തോളം മാർക്ക് കിട്ടും എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് നമുക്കൊരു റിലാക്സേഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഇന്ന് എല്ലാവരും ഒരു SSLC കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്ത് പഠിക്കണം, ഏത് പഠിക്കണം, അല്ലെങ്കിൽ എൻ്റെ മോൻ എത്രത്തോളം വിജയ ശതമാനം മാർക്ക് കിട്ടും എന്നുള്ളതിൽ നിന്ന് ഒരു സമാധാനത്തിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കുട്ടികൾ എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട്. എക്സാമിൻ്റെ ടെൻഷൻ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഇന്നലത്തെ ഒരു ദിവസം തന്നെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കൊള്ളാം. വീട്ടിൽ നിന്ന് ഒരു ദിവസം മാറി നിന്നതിൻ്റെ ആ ഒരു അന്തരീക്ഷം എന്തായാലും കുട്ടികൾ എന്തായാലും ഹാപ്പിയാണ്. സ്കൂളിനെ സംബന്ധിച്ച് എല്ലാ അധ്യാപകരും ആത്മാർത്ഥമായി, ഇന്നലെ 5ഓളം അധ്യാപകർ രാത്രി തങ്ങി ഇവിടെ കുട്ടികൾക്ക് വേണ്ടി. അവർക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ട് പോകാം, അതായത് വിദ്യാഭ്യാസത്തിൽ അവർക്ക് ക്ലാസ് എടുക്കുക പോവുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ആത്മാർത്ഥമായി അധ്യാപകർ ഈ കാര്യത്തിൽ ശ്രമിച്ചാൽ HMൻ്റെ ഇടപെടലും അതുപോലെ തന്നെ മുൻ PTA-കാരുടെ ഇടപെടലും എല്ലാം വളരെ ഭംഗിയായിരുന്നു.